ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ള പ്രണയമാണ് യഥാർത്ഥ പ്രണയം. അതിന് നൂറുമേനി അഴകും ആത്മാർത്ഥതയും ഉണ്ടാകും. അവിടെ ചതിയുടെ ലോകമോ വിരഹത്തിന്റെ വേദനയോ ഉണ്ടാകില്ല. എന്നും വാടാത്ത പുഷ്പമായി ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്യും. മനസ്സിന് ഇഷ്ടം തോന്നുന്നവരെ സ്നേഹിക്കണം. അത് ആരായാലും. സ്വന്തമാക്കാൻ ചിലപ്പോൾ വിധി കാണില്ലായിരിക്കും, പക്ഷെ സ്നേഹിക്കാതിരിക്കാൻ അതൊരു കാരണമേ അല്ല. ഒരു ഹൃദയത്തെ ശരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 1000 ഹൃദയങ്ങൾ അരികിലിരുന്നാലും നമ്മുടെ കണ്ണുകൾ തിരയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഹൃദയത്തെ മാത്രമായിരിക്കും. സ്നേഹത്തോടെയുള്ള ഒരു വാക്കായാലും പിന്നീടാകട്ടെ എന്നു കരുതി മാറ്റിവെക്കാതിരിക്കുക. പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാകണമെന്നില്ല. ഒറ്റപ്പെടുന്നത് എപ്പോഴാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞേക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരാളില്ലേ, ആ ആൾക്ക് നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് മുതലാണ്. അരികിലിരുന്ന് ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല, ദൂരെയിരുന്ന് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു തരം സ്നേഹം തന്നെയാണ്. വിശ്വാസം തന്നെയാണ് ബന്ധുക്കളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. സ്നേഹിക്കുമ്പോഴോ സ്നേഹിക്കപ്പെടുമ്പോഴോ അല്ല, സ്നേഹിക്കുന്നവരുടെ സാമീപ്യം കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെടുമ്പോഴാണ് സ്നേഹത്തിൻ്റെ വിലയറിയുന്നത്. ഒരാളെയും മോഹിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയുക. അതായിരിക്കണം നമ്മെ സ്നേഹിക്കുന്നവരോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം. ശരീരത്തോടും സൗന്ദര്യത്തോടും മാത്രമുള്ള ഇഷ്ടമാണെങ്കിൽ അത് അവസാനിപ്പിക്കും. എന്നാൽ മനസ്സിനോടുള്ള പ്രണയമാണെങ്കിൽ മരിച്ചാലും അത് മായില്ല. സ്വന്തമാണെന്ന് അറിയാം, എങ്കിലും എൻ്റേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മാത്രമാണെന്ന് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. നിന്റെ ദയയും കരുതലുള്ള സ്വഭാവവും എല്ലായ്പ്പോഴും നീ ഇല്ലാതെ ജീവിതം എന്തായിരിക്കുമെന്നും ആലോചിക്കുമ്പോൾ അതെന്നെ വേദനിപ്പിക്കുന്നു. തനിച്ചിരിക്കുമ്പോൾ കൂടെ വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത് നിന്നെ തന്നെയാണ്. ജീവിതത്തിൽ എപ്പോഴും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.